സർ, ഭാരതാംബ വിഷയം CPI അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. അത് വളരെയധികം അവർ വിഷയമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് എത്രത്തോളം CPIക്ക് ഗുണം ചെയ്യും? ഒരു ഗുണവും ചെയ്യത്തില്ല. CPIയുടെ നിവൃത്തികേട് കൊണ്ടാണ്. അല്ല, നമ്മൾ ഈ പറയുമ്പം ഒരേ കുറ്റം പറയാനൊക്കത്തില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ലൈം ലൈറ്റ് നിൽക്കാനല്ലേ ഇങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ട് എന്ന് നാട്ടുകാർ വിചാരിക്കത്തുള്ളൂ. അപ്പൊ അത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ പറയുന്നത് പോലെ ഇപ്പം ഏറ്റവും ചർച്ചയാകുന്നത് ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നരേന്ദ്രമോദിക്കെതിരെയും BJPക്കെതിരെയും RSSനെതിരെയും ഒക്കെ വരുമ്പോഴാണ്. കാരണം അവരാണല്ലോ ഇപ്പോൾ ഒരു പക്ഷെ ഇന്ത്യ അടക്കി വാഴുന്നത്, ഒരുപക്ഷെ ലോകമടക്കി വാഴുന്നത്. അല്ലെങ്കിൽ ലോകമടക്കി വാഴുന്നത് ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ലോകത്തിലെ പല വിഷയങ്ങൾ കാക്കുന്നു അല്ലെങ്കിൽ ലോകം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ള ഒരാളെ പറ്റി ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും ആ പറയുന്ന ആൾ ആരാണോ ആ ആളിന്റെ പേരും കൂടി ചർച്ചയിൽ വരും. അതായത് ആ പറയുന്ന ആൾ CPI ആകുമ്പോൾ CPIയുടെ പേരും കൂടി ചർച്ചയിൽ വരും. അത്രയേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം CPIയുടെ ഒരു അവസ്ഥ നമ്മൾ പറയുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്ന് പറയുമ്പോൾ, കേരളത്തിൽ ഇന്ന് CPI എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ പറയുന്ന 4 മന്ത്രിമാരുള്ളപ്പോഴും അല്ലെങ്കിൽ 10-ൽ പുറത്ത് MLA-മാരുള്ളപ്പോഴും ആ പാർട്ടിയുടെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഇന്ത്യയിൽ മൊത്തത്തിലുള്ള അവസ്ഥ പരിശോധിക്കുമ്പോൾ ഒന്നുമില്ല, കേരളത്തിൽ എങ്കിലും ഉള്ള ഒരവസ്ഥ പരിശോധിക്കുമ്പോൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ഒരിടത്ത് നിന്ന് ഒരു പക്ഷേ ഒരു 3000 വോട്ട് പോലും പിടിക്കാൻ പറ്റുന്ന നിയോജക മണ്ഡലങ്ങളും വോട്ടർമാരും ഇല്ലാത്ത പാർട്ടിയാണ് CPI. ഈ CPI നിലനിൽക്കുന്ന CPM-ന്റെ കൂടെ. CPM വലിയ വിശാലമാണെന്ന് ചോദിച്ചാൽ CPM വിശാലമല്ല. പക്ഷെ ഇപ്പൊ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം ഉള്ളത് കേരളത്തിൽ. മറ്റ് പല സംസ്ഥാനങ്ങളിലും പരിശോധിക്കുമ്പോൾ അധികാരത്തിൽ വരാൻ പ്രാപ്തമല്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ ഇപ്പം ഇവിടെ കേരളത്തിൽ ഏറ്റവും ശക്തമായ പാർട്ടി മറ്റ് പല പാർട്ടികളെയും ഈ കേരളത്തിൽ കോൺഗ്രസിനെയും ഒരുപക്ഷെ BJPയെയും CPM-നെയും മറ്റ് പല ഘടകകക്ഷികളെയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഒന്നാമത് നിൽക്കുന്ന പാർട്ടി CPM ആ. അതിന്റെ ആനുകൂല്യത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന CPI. അതുകൊണ്ട് തന്നെ ഇപ്പൊ സമ്മേളനം നടക്കും, നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. സമ്മേളനം നടക്കുമ്പോൾ ഈ സമ്മേളനത്തിനകത്ത് ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഈ അന്ത്യക്രിസ്തു, അതായത് കാനത്തിന്റെ മരണത്തിന്റെ അകത്തെ ആ ലേബലിൽ ഒരുപക്ഷെ കാനമില്ലാതെ വന്നപ്പോൾ ആരെയൊക്കെയോ സ്വാധീനിച്ച് ആരുടെയൊക്കെയോ കാലും കൈയും പിടിച്ച് സെക്രട്ടറി ആയ ഈ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ആൾക്ക് പാർട്ടിയുടെ താഴെത്തട്ടിലും പാർട്ടിക്കകത്ത് ഒരിടത്തും ഈ സ്വാധീനമില്ലാതെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവിനകത്ത് ചില നേതാക്കന്മാരുടെ മാത്രം താല്പര്യവും അവരുടെ മാത്രവും അംഗീകാരമുള്ളപ്പോൾ ഒരു മത്സരമോ ഒരു ഹിതപരിശോധനയോ പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് സമ്മേളനങ്ങളോ നടത്തിയാൽ അയാൾക്ക് വീണ്ടും സെക്രട്ടറി ആവാൻ വരാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അയാൾക്കെതിരെ നിൽക്കുന്നവരെ മൊത്തവും സമ്മേളനത്തിന് മുമ്പ് പുറത്താക്കുന്നു. അയാൾക്കെതിരെ വരുന്ന ശബ്ദങ്ങൾ ഹിറ്റ്ലറുടെ കൂട്ട് അടിച്ചമർത്തപ്പെടുന്നു. അയാൾ ഒരുപക്ഷെ ഹിതപരിശോധന നടത്തിയാൽ പാർട്ടി സമ്മേളനങ്ങൾ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് നടന്നാൽ അധികാരത്തിൽ വരാത്തതുകൊണ്ട് പാർട്ടിക്കകത്ത് സമ്മേളനത്തിനകത്ത് മത്സരം ഉണ്ടാവണ്ട എന്ന് തീരുമാനമെടുക്കുന്നു. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നത്. ആ CPI വേണമെന്ന് പറഞ്ഞിട്ട് അടൂർ പ്രകാശ് ഇപ്പൊ പറയുന്നത് ഞങ്ങളിപ്പോ കൊണ്ടുപോകും. CPIക്ക് അത്യാവശ്യം പൊളിറ്റിക്സ് അറിയാം. CPI അതുകൊണ്ട് അടുത്ത പ്രാവശ്യം ഈ പറയുന്നത് പോലെ ആര് കൊണ്ടുപോയാലും ആര് വന്നാൽ അധികാരത്തിൽ വരുമെന്ന് തെരഞ്ഞു നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയെ ഉള്ള മതമൂല്യവാദികളുടെ എല്ലാം വോട്ട് പിടിച്ചാലെങ്കിലും ജയിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന വീടുകളിൽ വോട്ട് ചോദിക്കുന്നതിന് ഇപ്പൊ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നിലമ്പൂരിലായാലും കൊള്ളാം, പാലക്കാട്ടായാലും കൊള്ളാം, ജാതി തിരിച്ച് വീട്ടിൽ കയറാൻ നേതാക്കന്മാരെ നിരത്തി നിർത്തി ഹിന്ദുക്കളുടെ വീട്ടിൽ ഈഴവന്റെ വീട്ടിൽ ഈഴവൻ അടൂർ പ്രകാശിനെയും അല്ലെങ്കിൽ നായരുടെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും ക്രിസ്ത്യാനിയുടെ വീട്ടത്തിൽ ഈ പറയുന്ന KPCC പ്രസിഡന്റിനെയും മുസ്ലിമിന്റെ വീട്ടത്തിൽ ഷാഫി പറമ്പിലിനെയും വിട്ട് വോട്ട് ചോദിച്ച് അല്ലെങ്കിൽ അങ്ങനെ ജയിച്ചു വരുന്ന ഒരു കോൺഗ്രസ് 2026-ൽ ഈ പറയുന്ന മതമൂല്യവാദികളുടെ ഭാഗമാണെന്ന് കണ്ട് അല്ലെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി ഹിന്ദുക്കളും ഒരുപക്ഷെ ക്രിസ്ത്യാനികളും തീരുമാനമെടുക്കാതെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലമായ തീരുമാനമെടുക്കാതെ നിൽക്കുമ്പോൾ 2026-ൽ കോൺഗ്രസ് ഇങ്ങനെ അധികാരത്തിൽ വരുമെന്നുള്ള തോന്നലൊന്നും വേണ്ട. വരുമെന്ന് തോന്നൽ വന്നാൽ ഈ പറയുന്ന പോലെ പ്രകാശിന്റെ കൂടെ CPI പോവും. CPIക്ക് പാരമ്പര്യമൊക്കെ ഉള്ളവരാ. CPIക്ക് പുറത്ത് വന്ന് വലിയ വിറപ്പിച്ചു അല്ലെ ഉറച്ചു ഒക്കെ നിന്ന് പറയുന്ന കമ്മ്യൂണിസം ഒന്നും ഇല്ല. നിലനിൽപ്പിന്റെ കാര്യമുള്ളൂ.
UDF-നകത്ത് കേരള കോൺഗ്രസിന്റെ ജോലിയൊക്കെ തന്നെ CPM ഈ ഇടതുപക്ഷത്തിന്റെ LDF-നകത്ത് CPI എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. പാർട്ടിയൊന്നുമില്ല. അതിനകത്ത് നേതാക്കന്മാരെ താഴെത്തോട്ട് മേപ്പോട്ട് പരിശോധിക്കുമ്പോൾ 2 നില കെട്ടിടവും 25 ലക്ഷം രൂപയുടെ കാറും ആ സംവിധാനവും ഒക്കെ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ധൃതിയാണ്. അതിനുവേണ്ടി 4 വകുപ്പുകളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ ആദർശം ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ ഇവിടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ഭയങ്കര ആദർശമുള്ളവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നതിന് വേണ്ടി പി പ്രസാദും ബിനോയ് വിശ്വവും ഒക്കെ ഈ പറയുന്ന പോലെ RSS ആണ് ഏറ്റവും വലിയ വർഗീയവാദി, BJP ആണ്, അതിനെ എതിർക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഇവിടെ എതിർക്കുന്നുള്ളൂ, ഞങ്ങൾ എതിർത്ത് ഇതിനെ അങ്ങ് തീർത്ത് കളയൂ എന്നൊക്കെ പറഞ്ഞ് പത്രത്തിന്റെ മുമ്പിൽ വന്ന് പറയുകയും അത് BJP-ക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും RSS-നെതിരെയൊക്കെ ആകുമ്പോൾ ഇവിടൊക്കെ ഈ സാധനം ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കണ്ട് ഇപ്പോഴും CPI ഉണ്ട് എന്ന് വിചാരിച്ചോളെന്ന് പറഞ്ഞുള്ള ഒരു പ്രസ്താവനയാണ്. അല്ലാതെ ഈ പറയുന്ന പ്രകാശ് വിചാരിക്കുന്നത് പോലുള്ള ഒരു CPI-യോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോയി ജയിപ്പിച്ചെടുക്കാൻ അധികാരത്തിൽ വരാൻ നിൽക്കുന്ന ഒരു കോൺഗ്രസോ ഒന്നും വിചാരിക്കുന്ന ഒരു സംവിധാനമില്ല. CPM-ന്റെ കെയർ ഓഫിൽ ജയിച്ച് വരാന്ന മാത്രം, അല്ലെങ്കിൽ അത്തരത്തിൽ മാത്രം ഒതുങ്ങി തീർന്നിരിക്കുന്ന ഒരു CPI ആണ് കേരളം മൊത്തം ഉണ്ടെന്നൊക്കെ പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ പ്രസ്താവന വായിച്ച അദ്ദേഹത്തിന് ഞങ്ങൾ അങ്ങോട്ട് പരിശോധിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചത്. ആരാ ബിനോയ് വിശ്വം പറയുക എന്താ സംഭവിച്ചെന്നുള്ള അവിടെ ആൾക്കാർ വോട്ട് ചെയ്തില്ല, അതാ സംഭവിച്ചത്. ഇയാൾ എന്താ പരിശോധിക്കാൻ, ഇയാൾക്ക് അവിടെ കണ്ടാരണ്ടിരിക്കുന്നു. ഇയാളെ പറച്ചിൽ കേട്ടത് നിലമ്പൂരിൽ ഇയാൾക്ക് ഒരു 10,000-20,000 വോട്ടുണ്ട്. അതെന്തുകൊണ്ട് അവർ വിചാരിക്കുന്ന രീതിയിലേക്ക് ഈ സ്വരാജിന്റെ ഭാഗമായിട്ടിരിക്കുന്ന ഇടതുപക്ഷത്തിന് കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ പുള്ളിയുടെ ഒരു സംസാരം. അവിടെങ്ങും ആരുമില്ല. CPM-ന് അവിടെ ആളില്ലപ്പ. CPM-ന് ആളുണ്ട്. CPM ഇതുപോലെ ചിഹ്നത്തിലല്ലാതെ ഈ ഏത് സമയം കുത്താൻ വരുന്ന കാളയുടെ കൂട്ട് നിൽക്കുന്ന ഈ അൻവറിനെയൊക്കെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കുമായിരുന്നു. അതല്ല, ബോധവും ദൂരവും ഒന്നും ഇല്ലാത്ത ഒരുത്തിനെങ്കിലും പിടിച്ച് അവിടെ നിർത്തി ജയിപ്പിച്ചെടുത്ത കഴിഞ്ഞ 9 കൊല്ലം CPM-യുടെ ആളില്ലാത്തോണ്ടാ. അന്നേരം ആ ബിനോയ് വിശ്വം പറഞ്ഞു ഞങ്ങളൊന്ന് പരിശോധിക്കും. എന്താ പരിശോധിക്കാനാ? നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ മതി, അറിയാവുന്നവർക്കറിയാം ഇയാൾ എന്തോ ഉണ്ടെന്ന്. സ്വയം നിങ്ങളെ ഒന്ന് പരിശോധിക്ക്. നിങ്ങൾ എങ്ങനെയുണ്ട്? നിങ്ങളൊരു അന്തിക്രിസ്തുവാ ബിനോയ് വിശ്വം. നിങ്ങൾ ഈ പാർട്ടിയുടെ അവസാന സെക്രട്ടറി ആയിട്ട് നിങ്ങളുടെ ഒരു അന്ത്യാഭിലാഷം നടത്തി തീർന്നു പോകുമ്പോഴത്തേന് അടുത്ത 3 കൊല്ലം ആകുമ്പോഴത്തേന് അടുത്ത പ്രാവശ്യം ഈ ഭരണം കൂടെ പോകുന്ന ഒരവസ്ഥ വന്നാൽ ഒരു കാരണവശാലും ഇല്ലാത്ത ഒരു പാർട്ടി, അല്ലെങ്കിൽ ഇനിയും തരേണ്ട ഒരു പാർട്ടി, സൂക്ഷ്മ കണ്ണാടി വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത ഒരു പാർട്ടി, അത്തരത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് മാറാൻ പോകുന്നു CPI എന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. അതായത് ബിനോയ് വിശ്വത്തിന് സെക്രട്ടറി ആകുന്നതിന് വേണ്ടി ഒരുപക്ഷെ ആ പാർട്ടിക്കകത്ത് പണ്ട് ആരെങ്കിലും ഒക്കെ വിചാരിച്ചിരുന്ന ഒരു ജനാധിപത്യ സംവിധാനവും ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെയുള്ള ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർട്ടി പിടിച്ചടക്കുന്നു. ഇല്ലാത്ത പാർട്ടി, ഒരു സംസ്ഥാന കമ്മിറ്റിയും ഒരു സംസ്ഥാന എക്സിക്യൂട്ടീവും മാത്രമുള്ള അതിനെ പോലും പിടിച്ചെടുത്ത് ആ ഇപ്പൊ ഭരണത്തിലിരിക്കുമ്പോഴും അടുത്ത 5 കൊല്ലവും ഒരുപക്ഷെ LDF ഭരണത്തിൽ വരുമെന്ന് കണ്ട് ആ ആനുകൂല്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു CPI-യും ഒരു ബിനോയ് വിശ്വത്തെയും ഒക്കെ നമ്മൾ കാണാൻ സാധിക്കത്തുള്ളൂ. അല്ല ഭാരതാംബയോ അല്ല വിഷയം. ഇവിടെ അവർക്കറിയാം ഈ RSS ആണ് ഭരിക്കുന്നത്, 6 ഏക്കർ ഇനിയും പടം വയ്ക്കും. നിരന്തരം പടം വയ്ക്കുമ്പോൾ പറയാൻ പറ്റുന്ന ഒരു മുദ്രാവാക്യം അത് ഭാരതാംബയുടെ പുറകെ ഇരിക്കുന്നു. അവർക്ക് ഈ ഭാരതാംബയും വിഷയമല്ല, ഭാരതവും വിഷയമല്ല, ബിനോയ് വിശ്വത്തിന് സെക്രട്ടറി സ്ഥാനം വിഷയം, ബാക്കി താഴോട്ട് കിടക്കുന്ന നേതാക്കന്മാർക്ക് ഇല്ലാത്ത പാർട്ടിക്കകത്ത് സമ്പത്ത് വിഷയം, അധികാരം വിഷയം, അത്രയൊക്കെ ഉള്ളൂ ഇന്ന് CPM. അതുകൊണ്ട് ആ കാര്യമൊന്നും പറയണ്ട. CPM ബിനോയ് വിശ്വം വിഴുങ്ങും, അല്ലെങ്കിൽ CPM-നെ തിന്ന് ബിനോയ് വിശ്വം തീരും എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ ഒരു കിടം. സർ, അതിനിടയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അടൂർ പ്രകാശിന്റെ ക്ഷണം, അത്തരത്തിലൊരു പോക്ക് CPI-യുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ നമുക്ക്? അപ്പൊ CPI ഞാനതിനകത്ത് പറഞ്ഞല്ല. അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആൾ ഈ പറയുന്ന UDF-നകത്ത് നിങ്ങൾ ഈ പറയുന്ന പോലെ UDF-ന് അത്ര ബോധ്യമൊന്നുമില്ല. അവരടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുന്നത്. കാരണം അവർക്ക് ആ ബോധ്യമില്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിന് തക്ക ഒരു പാർട്ടി സംവിധാനമൊന്നും അവരുടെ കയ്യിലില്ല. ഇപ്പൊ ഈ പിടിച്ചെടുത്തു എന്ന് പറയുമ്പോ എന്തോ പിടിച്ചെടുത്തോ? ഞാനീ പറഞ്ഞില്ലേ, UDF-ന്റെ കയ്യിലിരുന്ന ഒരു കൃത്യമായ മണ്ഡലമാണ്. അതിനകത്ത് മുസ്ലിം ലീഗ് അവർക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മോനും ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ തീരുമാനിക്കാത്തത് കൊണ്ട് മാത്രം കഴിഞ്ഞ 10 കൊല്ലം അവിടെ ജയിച്ചു വന്ന അത് പിന്നെ കോൺഗ്രസ്, അല്ലാതെ അത് LDF-ന്റെ മണ്ഡലമൊന്നും അല്ല. ഇപ്പം വേറെ ചില മലപ്പുറത്തും ചില കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വന്നിട്ടില്ലേ സ്വതന്ത്രമായിട്ട്? CPM-ന്റെ ഇപ്പം മന്ത്രിമാരൊക്കെ ആയിട്ടിരിക്കുന്ന ചില ആൾക്കാരെ അറിയത്തില്ല, നമ്മുടെ സ്പോർട്സ് വകുപ്പ് മന്ത്രിയൊക്കെ. അതൊക്കെ ഇതുപോലെ ജയിപ്പിച്ചെടുക്കുന്ന സാധ്യതയില്ലാത്തടത്ത് അവിടെ സാധ്യതയുള്ള ആരെങ്കിലും നിർത്തി ഈ CPM-ന്റെ ഒരു അടവ് തന്ത്രമുണ്ട്, അതിനകത്ത് നിർത്തി ഒരു MLA കിട്ടുന്നത് കിട്ടിക്കോട്ടെ, ഒന്നും കിട്ടത്തില്ല എന്നാ കിട്ടുന്നത് കിട്ടിക്കോട്ടെ ആന്ന് വെച്ചാൽ, അല്ലാതെ ഇവിടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇതുവരെ ജയിച്ചു നോക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ബൈ ഇലക്ഷൻ നടന്നതിനകത്ത് ഇവർ പറഞ്ഞു ഞങ്ങൾ ഭൂരിപക്ഷം കൂട്ടിയത്.
ഭൂരിപക്ഷം കൂട്ടിയാൽ വല്ല കാര്യമുണ്ട്? ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു? ആകെപ്പാടെ രാധാകൃഷ്ണന്റെ സീറ്റ് ഉണ്ട്. ആ രാധാകൃഷ്ണന്റെ സീറ്റ് പിടിച്ചെടുത്തിട്ട് പറയണവരെ ഞങ്ങൾ ഭരണത്തിന്റെ ഒരു കാര്യം. അപ്പൊ അതിനകത്തൊന്നുമില്ല. പാർട്ടി സംവിധാനങ്ങളും സെറ്റപ്പുകളും ഒക്കെ നോക്കുമ്പോൾ അപ്പൊ അതവർക്ക് മനസ്സിലായത് കൊണ്ടാ. എന്നാ CPIയുടെ കയ്യിൽ 10-18 MLA ഇരിപ്പുണ്ട്. അവന്മാര് ഇങ്ങോട്ട് വന്നാല് ആ ഒരു കെയർ ഓഫിൽ വരണം. അപ്പോഴും അടൂർ പ്രകാശ് ആലോചിക്കണം, പല മണ്ഡലത്തിലും നിങ്ങളുടെ MLA CPIക്കെതിരെ മത്സരിച്ച് അല്ലെങ്കിൽ തോറ്റെടുത്ത് ജയിച്ചിരിക്കുന്നത്. അതൊക്കെ വീണ്ടും ജയിപ്പിച്ചു കൊടുത്ത് CPIക്ക് ഒരു ആനുകൂല്യം ഉണ്ടാകത്തുള്ളൂ. കോൺഗ്രസിന് അതിനകത്ത് ആനുകൂല്യം ഉണ്ടാകുമോ എന്ന് നല്ലതുപോലെ പരിശോധിക്കണം. ഞാനീ പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ ഒരു വെപ്രാളാണ്. മാണിയെ പിടിക്കാൻ നടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ CPIയെ പിടിക്കാൻ നടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും 2026 അധികാരത്തിൽ വരണം, എന്നാലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. അതായത് കോൺഗ്രസ് മുക്ത ഭാരതം, ആ ഒരു അഭിലാഷത്തിലേക്ക് പോകുമ്പോൾ, ആ ഒരു അഭിലാഷത്തിലേക്ക് BJP കൊണ്ടെത്തിക്കുമ്പോൾ ആ ഒരു തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലം ഒരുപക്ഷെ കേരളമാണ്. അവിടെയും കൂടെ അടുത്ത പ്രാവശ്യം കൂടെ ഇല്ലായ്മ ചെയ്തു പോയാൽ അടുത്ത ഇലക്ഷൻ നമ്മളെല്ലാം കൂടി ചർച്ച ചെയ്യേണ്ടി വരും. ആണ് മുസ്ലിം ലീഗും BJP ആയിട്ട് ബാന്ധവം, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. PDP ആയിട്ട് ബന്ധം ഉണ്ടാക്കാൻ പറ്റുന്ന BJPക്ക് ഈ പറയുന്നത് മുസ്ലിം ലീഗുമായിട്ടൊരു ബന്ധം വേണമെന്ന് വിചാരിച്ച് അവർ രണ്ടും കൂടെ ഒന്ന് തീരുമാനിച്ചാൽ അതിനകത്ത് ആരും തടസ്സമൊന്നും നിൽക്കത്തില്ല. മനസ്സിലാവുന്നുണ്ട്? നമ്മൾ വിചാരിക്കും മുസ്ലിം ലീഗുമായിട്ട് BJP ഒന്നുമില്ല. അതൊക്കെ വേണമെങ്കിൽ മുസ്ലിം ലീഗിന് ഇനി അധികാരത്തിൽ വരാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ മുസ്ലിം ലീഗ് അധികാരത്തിന്റെ പുറകിൽ വരാൻ വേണ്ടിയുള്ള ഏത് ഗതിക്കും കാണിക്കും. അപ്പം ഇവരെല്ലാം പറയുന്ന പോലെ നിലമ്പൂർ ഇലക്ഷൻ നമ്മൾ നോക്കുമ്പോൾ പരിശോധിച്ചാൽ മനസ്സിലാവും. നിലമ്പൂർ ഇപ്പൊ LDF UDF ജയിച്ചു. നിങ്ങൾക്കറിയാം അവിടെ പ്രചരണം വന്നപ്പോൾ ആരാ മുമ്പന്തി വന്നത്? എല്ലാത്തിനെയും അട്ടിമറിച്ചുകൊണ്ട് CPM വന്നു. അതായത് CPMനെ നമ്മൾ ഈ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും കേരളത്തിൽ ഏറ്റവും കരുത്തുള്ള പാർട്ടി CPM തന്നെയാണ്. പ്രചരണ രംഗത്തേക്ക് വരുമ്പോൾ അവരെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഇപ്പൊ BJPക്ക്, രണ്ടാമത് BJP ഉണ്ട്, കോൺഗ്രസിന് അതില്ല. ഒരു ജനറൽ ഇലക്ഷൻ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ഒരു ബൈ ഇലക്ഷന്റെ കൂട്ടല്ല, പൊതുവെ ഒരു മുദ്രാവാക്യവും അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യവും പ്രചരണവും ഒക്കെ വരും. പിന്നെ നിലവിലുള്ള MLA-മാരുടെ ഒരു പ്രശ്നമുണ്ട്. MLA-മാർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 64 MLA-മാർ CPM-ന് മാത്രമുണ്ട്. ആ സ്വതന്ത്രം കൂടാതെയാണെന്ന് തോന്നുന്നു. ആ MLA-മാർക്കകത്ത് ഒരു 20 പേര് തോറ്റാൽ ബാക്കിയുള്ളവർ, അതായത് മണ്ഡലത്തിൽ MLA-മാര് ഈ പറയുന്ന ജനങ്ങൾക്ക് പ്രാപ്തരാണെങ്കിൽ അവർ ജയിപ്പിച്ചു വരും. അവർക്ക് ഇതൊന്നും വിഷയമല്ല. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത. 100 സീറ്റ് വേണ്ട, 71 സീറ്റ് ഉണ്ട്, അധികാരത്തിൽ വരാം. അപ്പൊ അതുകൊണ്ട് ആരും ഒരു നിലമ്പൂര് ഒരു ഈ പറയുന്ന പോലെ ചക്ക വീണ് മുയലി കത്തെന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം ഇനി പിടിച്ചുകൊണ്ട് വരാമെന്ന് നിലമ്പൂരിൽ ഇലക്ഷൻ ഒരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ ചർച്ചയായിട്ട് വരുന്നുണ്ട്. അത് വീണ്ടും ആ ചർച്ച മുറുകി വന്നാൽ ഈ പറയുന്ന BJPക്ക് അനുകൂലം, അല്ലെങ്കിൽ BJPക്ക് ആയിരിക്കത്തില്ല അതിന്റെ ആനുകൂല്യം കിട്ടാൻ പോകുന്നത്. ക്രിസ്ത്യാനിയും ഹിന്ദുവും തിരിച്ചറിഞ്ഞാൽ ഇവിടുത്തെ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിങ്ങളുടെയും കൂട്ടായ്മയാണ് നിലമ്പൂരിലെ വിജയമെന്ന് ചർച്ച വന്നാൽ ഈ പറയുന്ന കോൺഗ്രസിന് അത് വലിയ ദോഷം ചെയ്യും. ആഹ്ലാദിക്കേണ്ട കൂടുതൽ. അത് ഒരു രാഷ്ട്രീയ, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ഈ പറയുന്ന പോലെ രാജ്യസ്നേഹികളുടെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ ആ ചർച്ചയും കൂടി വന്നാൽ, കൂറില്ലാത്ത പാകിസ്ഥാന്റെ ഭാഗമായ രാജ്യസ്നേഹമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസും കൂടി വന്നാൽ അധികാരത്തിൽ വരുന്ന വലിയ പ്രയാസമായിരിക്കും. ഏതായാലും CPIയുടെ കാര്യം ഈ പറയുന്നത് പോലെ ബിനോയ് വിശ്വത്തോടു കൂടി തീരും. ആ ഒരു ചർച്ചയാണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഏത് ഭാരതാംബയെ പിടിച്ചാലും CPI എന്ന് പറയുന്ന സാധനം ഒരു പക്ഷേ കാണത്തില്ല. CPIയുടെ ഒരു അന്ത്യക്രിസ്തു ആണ് ഈ പറയുന്ന ബിനോയ് വിശ്വം എന്ന് പറയുന്നത്.